ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നമുക്കിന്ന് ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ടൈപ്പ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ചിക്കൻ കറിയിൽ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല, ഓയിൽ ഫ്രീ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കനെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു 100 ഗ്രാം ചെറിയുള്ളി ഉണ്ടാവും. ഒരു 2 സവോള നല്ലപോലെ കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി അതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ചെറുതായിട്ട് അരിയുമ്പോൾ നല്ല അലിഞ്ഞ് കിട്ടുമ്പോൾ വേഗമുള്ള. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പൊടിയായിട്ട് ചതച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് ചേർത്തോളൂ കേട്ടോ. കറിവേപ്പില നല്ലതാണ് മുടിക്കൊക്കെ. അപ്പോൾ നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1-1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കറി വയ്ക്കുമ്പോൾ കാശ്മീരി ചില്ലി ചേർത്ത് കറി വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഒരു 2 ടീസ്പൂണോളം ചേർത്തോളൂ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈരാണ്, എന്നാൽ അത്യാവശ്യം പുളി ഉണ്ടെങ്കിലും നല്ല പുളിയുള്ള തൈരല്ല, കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് നല്ല പോലെ എല്ലായിടത്തേക്കും എല്ലാ ചിക്കനിലേക്കും ഈ മസാല എത്തുന്നിടം പോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ മസാലയും മുളക് പൊടിയോ എല്ലാ സ്ഥലത്തേക്കും എത്തണം കേട്ടോ. അതേപോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/2 മണിക്കൂറോളം വെച്ചാൽ മതി. തീരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് 10-15 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം എണ്ണയൊന്നും ഒഴിക്കേണ്ട, നമുക്ക് അങ്ങനെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നല്ലപോലെ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് കൈ കൊണ്ടൊന്ന് എല്ലാം കറക്റ്റായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കണം. നമ്മളതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല. ഈ ചിക്കനിലുള്ള കൊഴുപ്പിലുള്ള എണ്ണ തന്നെയാണ് ഇതിലുണ്ടാവുക. എണ്ണ ചേർക്കാത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഗ്രേവിയിൽ നല്ല പോലെ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പോലെ തിള വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 70-80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം എന്നുള്ളൂ. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നൊരു സമയം മാത്രം മതി. പിന്നെ ചിക്കൻ വെന്ത് കിട്ടാനുള്ള ഒരു സമയം കൂടി മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഓടിപ്പോയിട്ട് നമുക്ക് ചിക്കൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല, ചിക്കനിലേക്ക് തന്നെ ഫാറ്റിൽ നിന്നുള്ള എണ്ണയാണ് അതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.